ബൈബിൾ പറയുന്നു ആദം ഹവ്വ, ഖുർആൻ പറയുന്നു ആദം ആദമിന്റെ ഭാര്യ, ബൈബിൾ പറയുന്നു ആദം ഹവ്വ, ഗീത പറയുന്നു ശിവൻ പാർവതി. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഇന്ത്യയിൽ ആയിരുന്നു ഇവരുടെ ആദ്യകാല ജീവിതം എന്ന വിഷയത്തിൽ ഗീതയും ബൈബിളും ഖുർആൻ പഠനങ്ങളും എല്ലാം സമ്മതിക്കുന്നു. ഇന്ത്യയിലാണ്. ഇന്ത്യക്ക് അങ്ങനെ വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് മതങ്ങളെ പറിച്ചെടുത്ത് എറിയാൻ ഇവിടെ ആർക്കും കഴിയാത്തത്. ഇവിടെ എങ്ങനെ വീണാലും മതത്തിന് അനുകൂലമായ ഒരവസ്ഥ മാത്രമേ ഇന്ത്യ രാജ്യത്ത് വരികയുള്ളൂ. അതേ സമയത്ത് ഒരു മതവും ഇല്ലാത്ത, മതങ്ങളോട് സ്നേഹമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു നാടായി നമുക്ക് അങ്ങേ അറ്റത്തുള്ള അമേരിക്കയെ കാണാം. കാരണം ഒരു നബി പോലും എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകുക എന്നുള്ള സംഭവം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ്? കൊളംബസ്. ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യ കണ്ടുപിടിച്ച ഒരാളെ പേര് പറയാനില്ല. അമേരിക്ക കണ്ടുപിടിച്ച ഒരാളുണ്ട്, കൊളംബസ്. ആ കൊളംബസ് ഏത് കാലഘട്ടത്തിലുള്ള ആളാ? മുഹമ്മദ് നബിന്റെ ശേഷമുള്ള ആളാ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം പ്രവാചകന്മാര് വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രവാചകന്റെ പാദസ്പർശമേൽക്കാത്ത ഒരു മണ്ണായതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുരുത്തക്കേടുകളും പൊരുത്തക്കേടുകളും അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയേണ്ടതുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാമിന് അങ്ങനത്തെ പ്രത്യേകമായിട്ടൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. ഭാര്യയില്ല, കുട്ടികളില്ല, നാട്ടുകാരില്ല, അനുജനില്ല, ജ്യേഷ്ഠനില്ല. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പഠിക്കണം. അനുജനോട് എങ്ങനെ പെരുമാറണം, ജ്യേഷ്ഠനെ എങ്ങനെയാ ബഹുമാനിക്കേണ്ടത്, ജ്യേഷ്ഠൻ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടേ, ബാപ്പക്ക് എന്തൊക്കെ ചെലവാ മകൻ ചെയ്യേണ്ടത്, ഭാര്യയ്ക്ക് എത്ര സമയം ഏതൊക്കെ ആഹാര കൊടുക്കേണ്ടത്, ഈ വിഷയമൊന്നും ആദം നബിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹു പറയുന്നു, ഖുർആൻ പറയുന്നു, ആദമിന് അല്ലാഹു വിജ്ഞാനം നൽകി, പേര് പഠിപ്പിച്ചു, എല്ലാറ്റിനെയും പേര് പഠിപ്പിച്ചു. പേര് മാത്രമല്ല, ആ വസ്തുക്കളെ പരിചയപ്പെടുത്തി. അതാണ് വസ്തുക്കളെ പരിചയപ്പെടുത്തിയതാണ്. പേര് പറയല്ലേ. കുറെ പേര് ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്ന് ഇരിക്കുമ്പോണ്ടല്ലോ കുറെ സാധനത്തിന്റെ പേരിങ്ങനെ പറയല്. അത് വസ്തു ആദ്യം അറിഞ്ഞത് കൊണ്ടാണ് ഈ പേര് പറയുമ്പോഴേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ കാണാത്ത കുറെ വസ്തുക്കളെ പേര് ഈ ഹോട്ടലിലെ മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് അവിടെ വെച്ച് കുറെ അങ്ങോട്ട് എണ്ണി നമ്മൾ കേട്ട ഒരു സാധനം അതിലില്ല. എന്താ അതിൽ കാര്യമുള്ളത്? എല്ലാം കഴിഞ്ഞ് ഈ സപ്ലയർ പോവുകയാണ്. പിന്നെ വിശേഷമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിലൊന്നും ഞമ്മക്കറിയുന്ന ഒന്നുമില്ല. അതുകൊണ്ട് രണ്ടാമത് വേറെ ലിസ്റ്റ് വല്ലതും വായിച്ചു നോക്കുക. അപ്പൊ അയാൾ പറഞ്ഞു ഏതോ ഒരു സാധനം വെറുതെ ഉണ്ടായിരുന്നു. അപ്പൊ പേര് മാത്രമല്ല പഠിപ്പിക്കുന്നത്, പേരും പഠിപ്പിച്ചു, ആ വസ്തുക്കളെയും പരിചയപ്പെടുത്തി. വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായി മാറി. ആദ്യത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനായിരുന്നു. മനസ്സിലാക്കണം, ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ലോകത്തെ അല്ലാഹു പടച്ചത്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഒരൊറ്റ സാധനവും ഈ ലോകത്ത് അല്ലാഹു പ്ലാൻ ചെയ്തുകൊണ്ടല്ലാതെ പടക്കുന്നില്ല. ഈ പ്രഭാഷണത്തിന്റെ ഈ സദസ്സിൽ ഇന്ന് ഇവിടെ നിങ്ങളോട് ഞാൻ സംസാരിക്കണമെന്ന് റബ്ബ് നേരത്തെ കണക്കാക്കിയത് ഇവിടെ നടക്കുന്നു. ആ സദസ്സിൽ നിങ്ങൾ ഇരിക്കണമെന്നതും അല്ലാഹു കണക്കാക്കിയത് പ്രകാരം നിങ്ങൾ ഇരിക്കുന്നു. എത്ര കൊല്ലം ജീവിക്കണമെന്നതും റബ്ബിന്റെ പ്ലാൻ തന്നെ. ആ പ്ലാൻ പ്രകാരം എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുമ്പോൾ ആദമിന്റെ വാരിയലിൽ നിന്ന് ഭാര്യ സൃഷ്ടിക്കപ്പെടുന്നു. സുന്ദരിയായ ഭാര്യയെ കാണുന്നു. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, മലായിക്കത്ത് ചോദിക്കുന്നു, അതുഹിബ്ബുഹാ, ഈ ഇരിക്കുന്ന പെണ്ണിനോട് നിനക്ക് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് അവളോട് ഇഷ്ടമാണ്. ആ പെണ്ണിനോട് മലായിക്കത്ത് ചോദിച്ചു, അതുഹിബ്ബുഹു, ഈ ആദമാകുന്ന ഈ പുരുഷനെ നിനക്ക് ഇഷ്ടമുണ്ടോ? ആ സമയത്ത് ഭാര്യ പറയുന്നു, ലാ, എനിക്കിഷ്ടമില്ല. മലായിക്കത്ത് പറയുന്നു, ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഇഷ്ടമില്ല എന്ന് പറയാൻ കാരണം നാണം കൊണ്ടാണ്. നാണം കൊണ്ട്. അങ്ങനെ ഉണ്ടല്ലോ കല്യാണമൊക്കെ ആലോചന, അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച നടക്കുമ്പോ, എന്നാൽ നമ്മളെ എഞ്ചിനീയർ കൊണ്ട് അങ്ങോട്ട് കെട്ടിക്കല്ലേ, അത് വേണ്ടാന്ന് അവള് പറയാ. പുരുഷൻ വിവാഹപ്രായം എത്തിയ പുരുഷനോട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ് വന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറയാൻ ഒരു നാളും അവനുണ്ടാവില്ല. ഏതോ ആവട്ടെ, ആദം ഹവ്വയും തമ്മിൽ കുടുംബജീവിതം ആരംഭിച്ചു. കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന വിഷയം ചർച്ചയിൽ വരുന്നു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് വേണ്ടി അതാ ഈ ഇന്ത്യ രാജ്യത്തുനിന്ന് മക്കയിലേക്ക് ആദം പുറപ്പെടുന്നു. അവിടെ തവാഫെല്ലാം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ വലിയൊരു പ്രശ്നം നടന്നു. പ്രവാചകന്മാരുടെ സാന്നിധ്യമില്ലായെങ്കിൽ, ഉലമാവിന്റെ സാന്നിധ്യമില്ലായെങ്കിൽ, ഒരു നാട്ടില് ആലിമീങ്ങളില്ലെങ്കിൽ, ഒരു നാട്ടില് മഹാന്മാരില്ലെങ്കിൽ അവിടെ ഒന്നും പ്രശ്നങ്ങളാണ്, അവിടെ പരാജയങ്ങളാണ്. ഏതൊരു നാട്ടിന്റെയും വിജയവും പുരോഗതിയും ഇൽമുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോഴാണ്. അല്ലാഹു തആല നമ്മളെല്ലാ നാടുകളെയും ഉലമാനെ കൊണ്ട് ധന്യമാക്കി തരട്ടെ, സാദാത്തുക്കളെ കൊണ്ട് ധന്യമാക്കി തരട്ടെ. വമാ കാനല്ലാഹു മുഅദ്ദിബുഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങളൊരു നാട്ടിലുണ്ടായാൽ ആ നാട്ടിൽ ഉള്ളവരെ ഒന്നിച്ച് നാം ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. ആദം നബി അലൈഹിസ്സലാം പോയി മക്കയിലെത്തി. ഇവിടെ വരുമ്പോഴേക്ക് ഇവിടെ മക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, ഒരാളെ കാണുന്നില്ല. ഒരു ചൊവ്വാഴ്ച കൊലപാതകം നടന്നു. ഹാബീലിനെ ഖാബീൽ കൊന്നു. ഞാൻ ആ സംഭവം ഇവിടെ വിശദീകരിക്കുകയല്ല, വളരെ വിശദമായി പരിശുദ്ധ ഖുർആൻ ആ സംഭവം സൂറത്തു മാഇദയിൽ വിവരിക്കുന്നുണ്ട്. ഖുർആൻ പക്ഷെ ആ ചർച്ച കൊണ്ടുപോയടുത്ത് ഇങ്ങനെ ഖാബീല് ഹാബീല് അങ്ങനെ രണ്ടാളെ പേരൊന്നും കാണൂല. ഇന്ന് തന്നെ ആരെങ്കിലും ഖുർആൻ എടുത്ത് നോക്കി ഇവിടെ ഉസ്താദ് പറഞ്ഞ് ഖാബീലു ഹാബീലൊന്നും നമ്മളെ ഖുർആനില്ല, അത് വേറെ ഏതോ ആയിരിക്കും അല്ലേ എന്ന് വിചാരിച്ചു പോകരുത്. ഖുർആൻ ഒരു ചരിത്ര പുസ്തകമല്ല. ഖുർആൻ അത്തരം കാര്യങ്ങൾ അത് വളരെ ഭംഗിയായി സൂചനയിലൂടെ അങ്ങനെ കടന്നങ്ങനെ പറയുക മാത്രമാണ് ചെയ്യുക. രണ്ടാളിൽ നിന്ന് ഒരാൾക്ക് മറ്റേയാളോട് ദേഷ്യം തോന്നിയ സംഭവമാണ്. ഞാൻ ആ കഥ ഇവിടെ വിവരിക്കലിന്റെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട്. ഞാൻ കൊല്ലൂല, കൊല്ലരുത്. കൊല ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറയുന്നുണ്ട്. കൊല 3 രൂപത്തിൽ വരാം. 1 മനഃപൂർവമുള്ള കൊല, 2 അബദ്ധത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, 3-മത്തേത് അബദ്ധത്തിലാണെന്നും പറയാൻ പറ്റൂല, മനഃപൂർവമാണെന്നും പറയാൻ പറ്റൂല. അത് 1 അംദ്, മറ്റേത് ഖതഅ, 3-മത്തേത് ശിബ്ഹു അംദ്. ഇതൊക്കെ ലോ കോളേജുകളിലെ നിയമം പഠിക്കുന്നവർക്ക് ഖുർആൻ വേണമെങ്കിൽ അവർ കമ്പയർ ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആനിൽ മുഴുവനും വിശദീകരിച്ചു. ലോ പഠിക്കുന്ന കുട്ടികൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, പരിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനങ്ങളിൽ നിയമങ്ങൾ ഖുർആന്റെ പ്രത്യേകമായ പഠനമാണ്. ഒരു മനുഷ്യന്റെ ജീവിക്കുവാനുള്ള അവകാശത്തെ ഖുർആൻ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്നു. ഒരൊറ്റ മനുഷ്യനെയും കൊല്ലാനോ അവനെ നശിപ്പിക്കുവാനോ മറ്റൊരു മനുഷ്യന് അധികാരമില്ല. ആദമാകുന്ന ആദ്യത്തെ മനുഷ്യൻ മക്കയിൽ പോയപ്പോഴേക്ക് ഈ സംഭവം ഇവിടെ നടന്നു. നിങ്ങൾ ഓർക്കണം, ആദം നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്. വിജ്ഞാനത്തിന്റെ ആവശ്യകത, വിജ്ഞാനമുള്ളവരുടെ ആവശ്യകത. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭാര്യയില്ലാത്ത സമയത്ത്, മക്കളില്ലാത്ത സമയത്ത്, മറ്റാരുമില്ലാത്ത സമയത്ത് ലോകത്തിന്റെ അറിവുകൾ മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹു പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിക സമൂഹം പഠിക്കുന്നവരാകാൻ വേണ്ടിയാണ്. മാനവരാശി പഠിക്കുന്നവരായി മാറണം, വിജ്ഞാനം ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ പറ്റി വീണ്ടും വീണ്ടും പഠിക്കണം. കുട്ടികളെ റബ്ബിനെ സംബന്ധിച്ച് നന്നായി പഠിക്കണം, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. വിജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം അള്ളാഹുവിനെ പറ്റിയുള്ള പഠനമാണ്. അള്ളാഹുവിനെ എങ്ങനെയാണ് പഠിക്കുക? അത് പഠിക്കാനുള്ള മാർഗം മറ്റൊന്നുമല്ല, സ്വന്തം ശരീരത്തെ പറ്റി ആലോചിക്കുക. ആ ആലോചന റബ്ബിലേക്ക് എത്തും. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ പറയുന്നു, സൂറത്ത് യാസീന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നു, മനുഷ്യനോട് ചോദിക്കുന്നു, ഓ മനുഷ്യ, നിസ്കരിക്കാൻ നിനക്ക് മടി, നോമ്പ് നോൽക്കാൻ മടി,
ഉലമാവിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ വൈമനസ്യം. ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ അനുസരിക്കാനും നിനക്ക് മടി, ഖുർആൻ ഓതാൻ നിനക്ക് പ്രയാസം, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ പറഞ്ഞാൽ അതിനും നിനക്ക് താല്പര്യമില്ല. എല്ലാ ഹൈറിൽ നിന്നും നീ മാറി മാറി നിൽക്കുന്നുവെങ്കിൽ ഒരൊറ്റ കാര്യം നീ ചിന്തിച്ചു നോക്കൂ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഖുർആൻ പറയുന്നു അവലം യറൽ ഇൻസാനു, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു, അവനെ എങ്ങനെയാണ് നാം പടച്ചത്, മിൻ നുത്ഫത്തിൻ, അവനെ പടച്ചത് ഇന്ദ്രിയ ബീജത്തിൽ നിന്നാണ്. ഈ ഇന്ദ്രിയ ബീജം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. മെനയാന്ന പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, 3 കൊല്ലത്തെ വ്യത്യാസത്തിൽ ഇരട്ടക്കുട്ടികൾ പ്രസവിച്ചു. പത്രം എഴുതുകയുണ്ടായി. ബീജവും അണ്ടവും ഒക്കെ ഇന്ന് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ? അത് ലാബറട്ടറിയിൽ കൊണ്ടുപോയി വികസിപ്പിച്ചെടുത്ത് ക്ലോണിങ്ങിലൂടെ കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇനി എന്ത് ഇലാഹി ചിന്ത, എന്തിന് പ്രവാചകനെ പറ്റിയുള്ള പഠനമിനി എന്തിന് അന്വേഷിക്കുന്നവര് മനസ്സിലാക്കണം. ആ ബീജത്തെ ഉണ്ടാക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ബീജം ഇല്ലാത്തവർക്ക് വർദ്ധിക്കാനുള്ള മരുന്നാണ് ചെറുപയർ കഴിക്കുക. ബീജമില്ലാത്തവർക്ക് ബീജം ഉണ്ടാകും അത്രേ. ശരിയാണ്. അതുപോലെ ആഴ്ചയിൽ 2 തവണ മാംസ്യാഹാരം കഴിക്കുക ബീജം വർദ്ധിക്കുവാൻ അത് കാരണമാണ്. ഇതൊക്കെ ശാസ്ത്രം പറയുന്നു എന്നല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബീജം ഇല്ല എങ്കിൽ, ശുക്ലത്തിൽ കൗണ്ട് കുറവാണെങ്കിൽ അവന് ശുക്ലം കൗണ്ടുള്ള ശുക്ലം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുമോ? ഓ മനുഷ്യ, നീ ഓർക്കണം, നിന്റെ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് നീ പുറത്തു വന്നു. നിന്റെ ഇക്കയും അതേ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു. നിന്റെ പെങ്ങളും അതേ ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു. എല്ലാം ഒരൊറ്റ ബാപ്പയുടെ ഇന്ദ്രിയം, ഒരൊറ്റ ഉമ്മയുടെ അണ്ഡം. പക്ഷേ ആ മൂത്ത ഇക്കയും നീയും തമ്മിൽ പല വിഷയത്തിലും ഒരുപോലെയല്ല. സാദൃശ്യം കാണുന്നില്ല. ചെറിയൊരു സാദൃശ്യമല്ലാതെ പലതിലും നിങ്ങൾ പരസ്പരം വിരോധങ്ങൾ കാണുന്നു, വ്യത്യാസങ്ങൾ കാണുന്നു. ഇതിനെപ്പറ്റി മാത്രം നീ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, റബ്ബേ ഞാനൊരു സാധുവാണ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന വലിയൊരു സത്താവുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ വലുതാവാൻ സയന്റിസ്റ്റുകൾ ദയവായി ശ്രമിക്കരുത്. ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ സയൻസ് അറിയുന്നവരാണെന്ന് പറഞ്ഞ് അവകാശപ്പെടാറുണ്ട്. അവരോട് നാം പറയട്ടെ, 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന അണു കണ്ടുപിടിച്ച ഐൻസ്റ്റീൻ, അദ്ദേഹം കണ്ടുപിടിച്ച അണുവാണ് പിന്നീട് ബോംബുണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയത്. അദ്ദേഹമാണ് ആറ്റം എന്ന സിദ്ധാന്തം ലോകത്ത് പഠിപ്പിച്ചത്. ആ 19-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ വലിയ ബുദ്ധിരാക്ഷസന്മാരായി +2 പാസ്സാകുമ്പോഴേക്ക് ശാസ്ത്രം മുഴുവനും കയ്യിലെത്തിച്ചു എന്ന് പറഞ്ഞ് ഞെളിയാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഐൻസ്റ്റീൻ പറഞ്ഞു, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ദി മെൻ, നോട്ട് ഇൻ ദി ഗോഡ് ക്രിയേറ്റഡ് ബൈ ദി മെൻ. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഞാൻ കാണുന്നു, ആ അള്ളാഹുവിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ആൽഫ്രഡ് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഡൈനാമിറ്റ്. അദ്ദേഹം കണ്ടുപിടിച്ച ഡൈനാമിറ്റ് ഉപയോഗിച്ചാണ് ഇന്ന് പാറകൾ പൊട്ടിക്കുന്നത്. ആ ഡൈനാമിറ്റ് ഉപയോഗിച്ചാണ് ഇന്ന് കരിമ്പാറകൾ തട്ടി നിരപ്പാക്കുന്നത്. കൽക്കത്തയിലും ബോംബെയിലുമുള്ള ചേരി പ്രദേശങ്ങളിൽ വലിയ യന്ത്രങ്ങൾ വന്ന് അവിടെയുള്ള വീടും ടെറസുകൾ മുഴുവനും തട്ടി നിരപ്പാക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ സിദ്ധാന്തമാണ്. പക്ഷേ ഈ സിദ്ധാന്തം കണ്ടുപിടിച്ച ആൽഫ്രഡ് അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, കൂട്ടുകാരെന്ന് മറന്നു പോകരുത്. ആധുനിക വിജ്ഞാനം കൊണ്ട് മാത്രം മനുഷ്യനിവിടെ വിജയിക്കാൻ കഴിയില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനിത് കണ്ടുപിടിച്ചത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇന്നത് ഉപയോഗപ്പെടുത്തുന്ന സംഹാരത്തിന് വേണ്ടിയാണ്, നശിപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവിനെ മറന്നുകൊണ്ട്, സൃഷ്ടാവിനെ മറന്നുകൊണ്ട്, സൃഷ്ടികളെ മറന്നുകൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ അത് പാപമാണ്, തെറ്റാണ്, കുറ്റമാണ്. അതാണ് വിജ്ഞാനം. ഇസ്ലാം ഉദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന്റെ താല്പര്യം സൃഷ്ടാവിനെ അറിഞ്ഞ് അവനെ വഴിപ്പെട്ട് ജീവിക്കുക, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുക. ഇത് രണ്ടും ഒരാൾക്ക് ലഭിച്ചാൽ അതാണ് യഥാർത്ഥമായ വിജ്ഞാനം. ആ വിജ്ഞാനം ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ
പ്രവാചകന്മാർ വന്നു. എല്ലാ പ്രവാചകന്മാരുടെയും ജീവിത സന്ദേശം അതായിരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ഖുർആൻ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ നല്ല രസകരമായി തോന്നും. ഇപ്പൊ സ്കൂൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം അടുത്ത കാലത്ത് വലിയൊരു ചർച്ചയായിരുന്നു. ആ പാഠപുസ്തകത്തിലെ ചില പാഠങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാറ്റണം, മാറ്റേണ്ടതില്ല, മാറ്റിയത് പോരെ, ഇനിയും മാറ്റണം, അല്ല ഇനി മാറ്റാൻ സമ്മതിക്കൂല, ഇനി മാറ്റിയാൽ ഞങ്ങളുടെ രംഗത്തിറങ്ങും, അല്ല മാറ്റാതെ ഞങ്ങൾ വിടൂല. ഇങ്ങനെ പല ചർച്ചകളും നടക്കുകയുണ്ടായി. ആര് എങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയേണ്ടത് ഈ സദസ്സിന്റെ ബാധ്യതയല്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ആ പുസ്തകമൊന്ന് വായിക്കണം. അങ്ങനെ ആ പുസ്തകം കാണണമെന്ന് വലിയൊരാഗ്രഹം. പുസ്തകം വായിച്ചു. പുസ്തകത്തിൽ ആ പാഠത്തിന്റെ തൊട്ട് അപ്പുറത്ത് മറ്റൊരു പാഠമാണ്. ആ പാഠമാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന പാഠം. അതിന്റെ ഹെഡിങ് ജലം എന്നാണ്. ജലം, വെള്ളം. ജലത്തെ സംബന്ധിച്ച് ആ പുസ്തകത്തിൽ പറയുന്നു, ജലമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബം. ജലമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വെള്ളം ഇവിടെ ലഭിക്കണമെങ്കിൽ മഴ കിട്ടിയേ പറ്റൂ. ആ മഴ കേരളത്തിൽ കടന്നു വരാറുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് മുഖേനയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ ആ കാറ്റ് ശക്തി പ്രാപിച്ച് കേരളത്തിൽ വന്ന് മഴ ലഭിക്കുന്നു. ഈ മഴ പെയ്യുന്ന മാസം മെയ് അവസാനത്തിലും ജൂണിലും ജൂലൈയിലും ആണ്. ഞാൻ പാഠത്തിലെ വരികളല്ല പറയുന്നു, ആശയം പറയാം. എന്നിട്ട് പറയുന്നു, ജലമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കുടിക്കാൻ ജലം വേണം, കുളിക്കാൻ ജലം വേണം, സസ്യങ്ങൾ നനക്കാൻ ജലം വേണം. അതിനും പുറമെ ഫാൻ കറങ്ങണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറന്റ് വേണം. ഇതിനെല്ലാമുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നത് ഈ മൺസൂൺ കാറ്റിലൂടെയാണ് എന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞു പോവുകയാണ്. ഞാൻ പറയട്ടെ, വിജ്ഞാനം സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതി ഇതാണെങ്കിൽ വളർന്നു വരുന്ന തലമുറ കള്ളന്മാരും കൊള്ളക്കാരും ആകുന്നതിന് ആരാണ് അതിന്റെ ഉത്തരവാദികൾ? വെള്ളം. ആ വെള്ളത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂർ എന്ന അധ്യായത്തിൽ ഒരു പരാമർശം കാണാം. സുബ്ഹാനല്ലാഹ്. അത് സൂറത്തുൻ നൂറിൽ മാത്രമല്ല, സൂറത്തുൽ ബഖറയിലും കാണാം. വെള്ളത്തിൽ നിന്ന് വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കുന്ന വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ ചെറിയ സൂചന നൽകുന്നുണ്ട്. അതാ കുത്തിച്ചെരിയുന്ന മഴ. ഫീഹി റഅദുൻ വബർഖുൻ. ആ കുത്തിച്ചെരിയുന്ന മഴയിൽ ഉണ്ട്, വെള്ളത്തിലുണ്ട്. റഅദുൻ വബർഖുൻ. പ്രകാശം വെള്ളത്തിലുണ്ട്. വെള്ളത്തിൽ നിന്ന് പ്രകാശം മനുഷ്യന് ലഭിക്കും. വെള്ളത്തിൽ നിന്ന് മനുഷ്യന് പ്രകാശം കണ്ടെത്താൻ കഴിയുമെന്നതിലേക്ക് ഖുർആൻ സൂചിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞപ്പോൾ ജലസംഭരണികളിൽ ജലം നിക്ഷേപിച്ച് ആ വെള്ളത്തിൽ നിന്ന് ജനറേറ്റർ മുഖേന ആ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കൊണ്ട് ഇവിടെ മഴ പെയ്യുമെന്നാണോ വിശ്വസിക്കുന്നത്? ഒരിക്കലും. പടിഞ്ഞാറിൽ കാറ്റ് വന്നതുകൊണ്ട് മാത്രം മഴ കിട്ടുകയില്ല. മഴ കിട്ടണമെങ്കിൽ അതിനെന്ത് വേണം? അല്ലാഹുല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ. അല്ലാഹു ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കണം. കാറ്റ് വന്നാലും ഇല്ലെങ്കിലും റബ്ബ് കണക്കാക്കിയാൽ അല്ലാതെ വെള്ളം ലഭിക്കുകയില്ല. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ യുസ്ദി സഹാബൻ സുമ്മ യുവല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമാ فَتَرَى الْوَدْقَ يَخْرُجُ مِنْ خِلَالِهِ وَيُنَزِّلُ مِنَ السَّمَاءِ مِنْ جِبَالٍ فِيهَا مِنْ بَرْدٍ فَيُصِيبُ بِهِ مَنْ يَشَاءُ وَيَصْرِفُهُ عَمَّنْ يَشَاءُ يَكَادُ سَنَا بَرْقِهِ يَذْهَبُ بِالْأَبْصَارِ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൊണ്ട് മഴ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന
വിജ്ഞാനങ്ങളാണെന്ന് ലോകത്തുള്ളൂ. ഞാൻ എന്നെ കുറ്റം പറയുമല്ലോ, അതൊരു കാരണമാണ്, പ്രത്യക്ഷത്തിലുള്ള അടയാളം മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ മഴ കിട്ടിയത് എങ്ങനെ? മെയ് 22-ന് മഴ പെയ്യുമെന്ന് പത്രങ്ങൾ എഴുതി, പെയ്തില്ല. കല്യാണം നിശ്ചയിച്ച ആളുകളൊക്കെ വളരെ സന്തോഷത്തിലായി. മഴ പെയ്തില്ലല്ലോ, അൽഹംദുലില്ലാഹ്. മഴ പെയ്യണമെന്ന് ആഗ്രഹിച്ച കർഷകരോ അവര് ബേജാറായി. മെയ് 28-ന് പെയ്യുമെന്ന് രണ്ടാമത് പത്രം എഴുതി, അന്നും പെയ്തില്ല. പക്ഷേ എഴുതിയ ആളുകൾ പരിക്കില്ലാതെ രക്ഷപ്പെടുന്ന രൂപത്തിലായിരുന്നു പ്രവചനങ്ങൾ. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ശക്തിയായോ മിതമായോ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. അല്ലാഹ്, ഇതിന് പഠിച്ച ശാസ്ത്രജ്ഞന്റെ യാതൊരു ആവശ്യവുമില്ല, നമുക്കൊക്കെ പറയാവുന്നതാണ്. ഒരു ശാസ്ത്രവും പഠിക്കാത്ത ഒരു കർഷകന് വേണമെങ്കിൽ ധൈര്യത്തോടെ പറയാം, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. ഇതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ ശാസ്ത്രത്തെ കളിയാക്കുകയല്ല, പ്രവചനങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഏത് പ്രവചനം നടത്തുമ്പോഴും അള്ളാഹനെ മറന്നു പോകരുത്, അള്ളാഹുവിനെ മറക്കരുത്. അവനാണിത് വർഷിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിനക്ക് മഴ കിട്ടും? ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ മന്ദിരം ഇപ്പോൾ പുതുക്കിയ മന്ദിരത്തിലാണ് അവിടെ പാർലമെന്റ് അംഗങ്ങൾ ചേരാറുള്ളത്. എന്നാൽ ഈ മന്ദിരം വരുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു മരത്തിന്റെ പാക്കുള്ള കെട്ടിടമുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ മുഗൾ ചക്രവർത്തിമാര് കുത്തിവെച്ച വരികൾ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഓ മനുഷ്യ, നിന്റെ നിലപാടുകൾ നീ മാറ്റുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ നടപടികളിൽ ചെറിയ വ്യത്യാസമൊക്കെ അവനങ്ങ് വരുത്തും. നിന്റെ തോന്നിയാസമൊക്കെ നീ മാറ്റുന്നില്ലെങ്കിൽ, നിന്റെ വൃത്തികേട് നീ മാറ്റുന്നില്ലെങ്കിൽ അല്ലാഹു തആല നിനക്ക് തരുന്ന ആനുകൂല്യങ്ങളൊക്കെ അവൻ പിടിച്ചു വെച്ച് കളയും. ആ റബ്ബ് മഴ തരുന്നില്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് മഴ തരാൻ? അല്ലാഹു ചോദിക്കുന്നു, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. നാളെ രാവിലെ എനിക്ക് ടൗണിൽ പോകാനുണ്ട്, എറണാകുളത്ത് പോകാനുണ്ടെന്ന് പറയുന്നു ഒരാൾ. രാത്രി അയാൾ കിടക്കുന്നു, രാവിലെ ആകുന്നില്ലെങ്കിൽ, പിറ്റേന്ന് പ്രഭാതം പുലരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ആര് ആ വെളിച്ചത്തെ കൊണ്ടുവരും? ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെളിച്ചം കിട്ടും? ഇതിന് മറുപടി പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അതുകൊണ്ട് തന്നെ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള വിജ്ഞാനമാണ് വിജ്ഞാനത്തിന്റെ തുടക്കം. ആ അള്ളാഹുവാണ് ആദം നബിക്ക് വിജ്ഞാനം കൊടുത്തത്. വേറൊരു ഗുരു അവിടെ ഇല്ല, വേറൊരു ഉസ്താദ് അവിടെ ഇല്ല. മുഴുവൻ അറിവും ആദം നബിക്ക് അള്ളാഹുവാണ് നൽകിയത്. ആ അറിവ് അദ്ദേഹം മക്കളിലേക്ക് പകർന്നു. പിന്നെയും നാഗരികത വർദ്ധിച്ചു. നൂഹ് നബിയുടെ കാലമായപ്പോഴേക്ക് ആവശ്യകതകൾ വർദ്ധിച്ചു, ജനങ്ങൾ വർദ്ധിച്ചു. നൂഹ് നബിയുടെ കാലത്ത് വിജ്ഞാനത്തിന്റെ മേഖല വികസിച്ചു. ഇദ്രീസ് നബിയുടെ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾ വർദ്ധിച്ചു, അവിടെയും വിജ്ഞാനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു. ഇബ്രാഹിം നബിയുടെ കാലമായപ്പോഴേക്ക് ജനങ്ങൾ പിന്നെയും പെരുകി, വിജ്ഞാനം കൂടുതൽ ആവശ്യമായി, അള്ളാഹു നൽകി. മൂസാ നബിയുടെ കാലമായപ്പോഴേക്ക് പിന്നെയും വിജ്ഞാനം ആവശ്യമായി. ആവശ്യങ്ങൾക്കനുസരിച്ച് അറിവുകൾ പകർന്നു. അങ്ങനെ വന്ന് അവസാനം ലോകത്തിന്റെ ഗുരുവായ ഇന്ന് നമ്മൾ ഏതൊരു യുഗത്തിലാണോ ഉള്ളത്, ആ യുഗത്തിന്റെ തുടക്കത്തിൽ ലോകത്തിന് ആവശ്യമായതൊക്കെ പഠിപ്പിച്ച ഖാതിമുൽ അംബിയാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പുന്നാര നബിക്ക് അള്ള കൊടുക്കുന്ന അറിവ് ലോകത്തിന്റെ അവസാനം വരെ വരുന്ന ആളുകൾക്കുള്ള അറിവ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യതി വത്തഖദീബി ഫിൽ യുത്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന വിവരം, ആ നബിയുടെ കയ്യിൽ കിട്ടുന്ന വിവരം, ആ വിവരത്തെ സംബന്ധിച്ച് സൂറത്തു ലുഖ്മാനിന്റെ തുടക്കം അതാണ്. ആ സൂറത്തിന്റെ തുടക്കം തന്നെ ഞെട്ടിക്കുന്ന ഒരു തുടക്കമാണ് ഈ അധ്യായത്തിന്റെ തുടക്കം. അലിഫ് ലാം മീം. അല്ലാഹ് ഇത് ഓതുന്നത് ആരാണ്? ഇത് വായിക്കുന്നത് ആരാണ്? ഇത് ആരെ വായിൽ നിന്നാണ് വരുന്നത്? ഒരു മദ്രസയിൽ പോയിട്ടില്ലാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത, പള്ളിക്കൂടങ്ങളിൽ പോയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടവും നിലവിലില്ലാത്ത ഒരു കാലഘട്ടത്തിൽ
17 ആളുകൾ മാത്രമേ അന്ന് എഴുത്തും വായനയും അറിയുന്നവർ അറേബ്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലം അതാണ്. ആ സാഹചര്യത്തിൽ അൽ ഹബീബ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വായിൽ നിന്ന് വരുന്നു ഇഖ്റ, വായിക്കൂ. ചില ആളുകളൊക്കെ പരിഹസിച്ചു, എന്ത് വായിക്കാൻ? ആ നബിയെ ചിലർ കളിയാക്കി വലീദ് ഇബ്നു മുഗീറ നബിയെ പരിഹസിച്ചു. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ലൗലാ നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ശാമിലും തായിഫിലുമുള്ള എത്ര പണക്കാരുണ്ട്, അവർക്ക് എന്തുകൊണ്ട് ഖുർആൻ വന്നില്ല? ഈ ഖുർആൻ വന്നത് ഈ അറേബ്യയിലെ മക്കത്തുള്ള ഒരു വാപ്പയൊക്കെ നേരത്തെ മരിച്ചു ഒരാൾക്ക് അത് വന്നത്. അല്ലാഹു അതിന് മറുപടി പറയുന്നു, നസല ബിഹി റൂഹുൽ അമീൻ. റൂഹുൽ അമീനായ ജിബ്രീലാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ആ നബിയുടെ വായിൽ നിന്ന് വരുന്ന വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ വലിയ കൊമ്പന്മാരിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരിവിടെ ഉണ്ടല്ലോ, നിമിഷം കൊണ്ട് കവിത എന്ന പലരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ ആ കവിത എഴുതാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി ഇതിന് തുല്യമായ ഒറ്റ വരി നിങ്ങൾ കൊണ്ടുവരൂ. ആ വെല്ലുവിളി നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. ഖുർആൻ അവരെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു, അലിഫ് ലാം മീം. തികച്ചും അമാനുഷികമാണ് ഈ വേദഗ്രന്ഥം. ഇത് മനുഷ്യനെ കൊണ്ട് കഴിയാത്തതാണ്. ഇതിന്റെ ഉള്ളടക്കം പോലെ ഒരു ഉള്ളടക്കം മനുഷ്യന് കഴിയില്ല. ഇതിന്റെ ശൈലി പോലൊരു ശൈലി മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഇത്ര ഭംഗിയുള്ളൊരു വചനങ്ങൾ മനുഷ്യനെ കൊണ്ട് ക്രമീകരിക്കാൻ കഴിയില്ല. അപ്പൊ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിന്റെ സ്വന്തം ആളാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മുഗീറത്തിനോട് പറഞ്ഞു, മുഗീറ, നല്ല പാട്ട് കേൾക്കാൻ പൂതിണ്ടല്ലോ എന്ന്. നല്ല പാട്ട് എവിടെയുണ്ട്? നല്ല കവിത കേൾക്കാൻ വലിയ ആശയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ പല ആളുകളിലേക്കും പറഞ്ഞേച്ചു. ജാഹിലിയത്തിലും ഇസ്ലാമിലും കവിത എഴുതിയ ലബീദ് എന്നൊരു കവിയുണ്ട്. ആ കവിയുടെ അടുത്തേക്ക് ആളയച്ചു. ലബീദിന്റെ അടുക്കൽ മുഗീറത്ത് ബിൻ ശുഅബ ആളയച്ചു. നിങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വിളിക്കുന്നുണ്ട്, പാട്ട് കേൾക്കാനാണ്. ലബീദ് ആവട്ടെ ഉടനെ തന്നെ ഒരു തോൽക്കഷണം ആവശ്യപ്പെടുകയും ആ തോൽക്കഷണം കൊണ്ടുവന്ന് ആ തോൽക്കഷണത്തിൽ സൂറത്തുൽ ബഖറ എഴുതുകയും എന്നിട്ട് അത് കൊടുത്തയക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാ കവിതകളെക്കാൾ വലിയ കവിത ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനാണ്. അൽഹംദുലില്ലാഹി ഇദ് ലം യഗ്തിനി അജലി, അൽഹംദുലില്ലാഹി ഇദ് ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർവാലാ. ലബീദ് ആ സമയത്ത് ഒരു പാട്ടും പാടുകയുണ്ടായി. അത് പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹം. ധാരാളം പദ്യങ്ങൾ പാടി നടന്നിരുന്ന ആളാണ് ഞാൻ. ഖുർആൻ വന്നപ്പോൾ ആ ഖുർആൻ കൊണ്ട് എനിക്ക് അങ്ങേയറ്റത്തെ മഹത്വം ലഭിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പോൾ പരിശുദ്ധ ഖുർആനാകുന്ന വിജ്ഞാനത്തിൻ്റെതായ സ്രോതസ്സുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. ആ ഖുർആനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഖുർആൻ നിറയെ വിജ്ഞാനങ്ങൾ പരന്ന് ഒഴുകി കിടക്കുകയാണ്. ആധുനിക ശാസ്ത്രം എന്നൊക്കെ ആളുകൾ പറയുന്നു എന്നല്ലാതെ ഏത് ശാസ്ത്രത്തിന്റെ ഏത് പേര് ആര് അവകാശപ്പെട്ടാലും ശരി, അവരെല്ലാം പരാജയപ്പെടുത്തുന്ന രൂപത്തിലുള്ള അറിവുകളാണ് ഖുർആനിൽ നാം കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ദിവസം എന്നോട് അവർ ആവശ്യപ്പെട്ടു, ഒരു ചെറിയ ക്ലാസ് വേണം. മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വളരെ കരുതണം. ഡെഡ് ബോഡി എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ജീവനുള്ളവരെ ജീവൻ ഇല്ലാതാക്കാനും ചിലപ്പോൾ ജീവൻ വളരെ പ്രയാസമാണെന്ന് പറയുന്ന കേസുകളിൽ ഓക്സിജൻ നൽകി സാങ്കേതികമായി ജീവൻ നീട്ടിക്കൊടുത്ത് അവരെ ജീവിപ്പിക്കാനുമെല്ലാം കഴിയുന്ന ഒരു വിഭാഗമാണ്. ഏതെങ്കിലും ഡോക്ടർമാരോ MBBS വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞൊരു ക്ലാസ് പോകണം. ഞാൻ ചെന്നു. അവരെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, റമളാനിലാണ്, നോമ്പ് തുറക്കാനേ ഒരു അരമണിക്കൂർ സമയമുള്ളൂ. ആ സമയത്തെ അവർക്ക് ഒഴിവുള്ളൂ. അതുവരെ അവർക്ക് ക്ലാസ്സാണ്. രാത്രിയൊക്കെ ഹോസ്റ്റലിലേക്ക് പോകും. പകൽ സമയത്ത് ആ ടൈമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സംശയം, ഈ ഡെഡ് ബോഡിയിൽ പരിശോധന നടത്തുന്ന ഏർപ്പാട്, അതിന്റെ മതപരമായ മാനം അങ്ങനെ ഖുർആനിലോ ഇസ്ലാമിലോ ഒക്കെ ഉണ്ടോ?
ഒരാളെ നമ്മൾ മറവ് ചെയ്തു. ആ മറവ് ചെയ്ത ശരീരം ഖബറിൽ നിന്ന് പിന്നെ മാന്തിയെടുക്കുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ അഭിപ്രായം എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ അവിടെ നിൽക്കട്ടെ. മുഗ്നിയും നിഹായയിലും തുഹ്ഫയിലും ഒക്കെ കാണാം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അവനെ മറവ് ചെയ്തു. ആ മറവ് ചെയ്ത മനുഷ്യന്റെ വയറ്റിൽ ഒരു സ്വർണമുണ്ട് എന്ന് പിന്നീട് വിവരം കിട്ടിയാൽ, അത് അന്യന്റെ ഹക്കാണെന്ന് വിവരം കിട്ടിയാൽ, ആ അന്യ വ്യക്തി അത് ചോദിച്ചു വരികയും ചെയ്താൽ, ആ മരിച്ച മനുഷ്യന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ആ സ്വർണം മാന്തിയെടുക്കൽ നിർബന്ധമാണ്. ഇസ്ലാമിന്റെ നിയമമാണ്. സമ്പത്ത് വെറുതെ കളയാൻ പാടില്ല. അത് മണ്ണിൽ കുഴിച്ചിടാനുള്ളതല്ല, അത് ഉപകാരപ്പെടുത്താനുള്ളതാണ്. ആ മണ്ണ്, ആ ഖബറിൽ നിന്ന് ആ ശരീരം മാന്തി പുറത്തെടുക്കണം. മാത്രവുമല്ല, ഒരു വ്യക്തി ഏത് ആളുടെ മകനാണ് എന്ന വിഷയത്തിൽ തർക്കം വന്നു. ഒരാളെ പറ്റി ആരുടെ മകനാണെന്ന് തർക്കം വന്നു. ആളുകൾ തിരക്കിട്ട് മറവ് ചെയ്തു. പിന്നെ പറഞ്ഞു അത് മരിച്ച ആൾ ഇന്ന ആളാണെന്നൊക്കെ തർക്കങ്ങൾ വന്നു. ആ തർക്കം തീരാൻ വേണ്ടി ഖബറ് മാന്തിയിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് മയ്യത്ത് മാന്തൽ അനുവദനീയമാണ്. മണ്ണ് ഖബറ് മാന്തിയിട്ട് ഡെഡ് ബോഡി പുറത്തെടുക്കൽ അനുവദനീയമാകുന്ന 5-6 ഘട്ടങ്ങൾ കിതാബുകളിൽ പറയുന്നു, ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ചോദ്യം ഫിഖ്ഹിന്റെ കിതാബിലുണ്ടോ എന്നല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അനാട്ടമിയെ പറ്റി വല്ലതുമുണ്ടോ? അനാട്ടമി ലോകത്ത് വളരെയധികം രസകരമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ അനാട്ടമി. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മോർച്ചറിയുടെ മുൻപിൽ കാത്തു നിൽക്കേണ്ടി വരാറുണ്ട്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നു, അകത്തുനിന്ന് കീറുന്നു, മാന്തുന്നു, പൊളിക്കുന്നു, അടിക്കുന്നു, തുന്നുന്നു, നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ്. പോലീസുകാരൻ മെഹസർ തയ്യാറാക്കുന്നു. സമയം വൈകുന്നോറും നമ്മൾ മനപ്രയാസം അനുഭവപ്പെടുന്നു. അവിടെ ആരാണ്? അള്ളാഹു തആലാന്റെ ഖുദ്റത്തിനെ പറ്റി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വചനങ്ങൾ അത് മനുഷ്യന്റെ വചനങ്ങൾ അല്ല. അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ല. അത് മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ച വേദഗ്രന്ഥമായതുകൊണ്ട് ഖുർആൻ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കില്ല. സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ. സൂറത്തുൽ ബഖറ എന്ന പേര് ആ അധ്യായത്തിന് കിട്ടാനുള്ള കാരണം തന്നെ ഒരു ഡെഡ് ബോഡി കുഴിച്ചെടുത്ത സംഭവമാണ്. ഒരു ഡെഡ് ബോഡി കുഴിച്ചെടുത്ത സംഭവമാണ് അൽ ബഖറ എന്ന പേര് കിട്ടാനുള്ള കാരണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുന്നു. ആ കൊല ചെയ്യപ്പെടുന്ന വ്യക്തിയെ ആളുകൾ കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. മറവ് ചെയ്ത ഉടനെ തന്നെ പ്രശ്നവുമായി. ആരാണ് കൊന്നത്? ചർച്ചകളായി. ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് തന്നെ ആയിരിക്കും ചിലപ്പോ കൊന്നിട്ടുണ്ടാവുക. നടപടിയെടുക്കണം, അങ്ങനെ വിടൂല എന്ന് പറഞ്ഞ് കൊടിയെടുത്ത് സിന്ദാബാദ് വിളിച്ച് അങ്ങാടിയിലൂടെ ശബ്ദിച്ചു പോകുന്ന ഏറ്റവും മുന്നിലുള്ള ആള് തന്നെ ആയിരിക്കും ഒരു പക്ഷേ കൊന്നത്. അങ്ങനെ ചോദിക്കാതിരിക്കാനായിരിക്കും ഒരു പക്ഷേ അയാൾ കമ്മിറ്റി ഉണ്ടാക്കിയത്. അങ്ങനെയും വരാം. ഇതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് കൊലപാതകം നടക്കുന്നു. ആ പ്രശ്നമുണ്ടായപ്പോൾ തദ്ദേശീയരായ ആളുകൾ, ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ പ്രവാചകനെ സമീപിക്കുന്നു. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കേവലം ദുആ ചെയ്തു കൊടുക്കുന്ന റോളല്ല. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ ദുആഇന്റെ റോൾ മാത്രമല്ല. ഒരു സയ്യിദ് എന്ന് പറഞ്ഞാൽ ദുആഇന്റെ റോൾ മാത്രമല്ല. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ കേവലം അവര് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ മാത്രമല്ല, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി പ്രവർത്തിച്ചാലേ ഇസ്ലാമിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇന്ന് നമ്മളെ ഉലമാക്കൾ അൽഹംദുലില്ലാഹ് അവർ ദുആവിന് നേതൃത്വം നൽകുന്നു, സ്ഥാപനങ്ങൾ നടത്തുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, സ്കൂളുകൾ നടത്തുന്നു, മദ്രസകൾ നടത്തുന്നു, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നു, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ഇസ്ലാമിന്റെ ഭാഗമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരുടെ മാതൃക അതാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇവർ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കൊന്ന ആളെ തെളിയിക്കാൻ വല്ലതും ചെയ്യാൻ കഴിയോ? മൂസാ നബിയുടെ പ്രതികരണം, അത് മരിച്ചതായാലും മരിച്ചല്ലോ, ഇനി നമ്മളൊന്ന് ദ്വാരന്ന് പിരിയ, അത് ക്ഷമിച്ചാ വലിയ കൂലുണ്ടാകും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് അങ്ങനെ റോൾ ഉണ്ട് അവിടെ, അത് ആവശ്യമാണ്, പറയേണ്ടി വരും.
പക്ഷേ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയുള്ള മഹാന്മാരാണ്. തബാറകല്ലാഹു മാ വഹ്യും ബിമുക്തസബി വലാ നബിയ്യുൻ ലാ ഗൈബിൻ ബിമുത്തഹമി. മഹാന്മാരായ അമ്പിയാക്കൾ, പ്രവാചകന്മാർ അള്ളാഹു നൽകിയ വഹി ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജീവിക്കുന്ന മഹാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തൽക്കാലം സമാധാനിപ്പിച്ച് മെല്ലെ ഒപ്പിച്ചു വിടുകയല്ല. അവരോട് പറഞ്ഞു, ശരി, പരിഹാരം ഉണ്ടാക്കാം. അള്ളാഹുവിൽ നിന്നും മൂസാ നബി അലൈഹിസ്സലാമിന് വഹി വരുന്നു. ആ വഹി ലഭിച്ചതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നു, ഈ കൊലപാതകം ഞാൻ തെളിയിച്ചു തരാം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹൂ ബഖറ. ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ ഒരു പശുവിനെ അറുക്കണം. ആ പശുവിനെ അറുത്താൽ കൊല നടത്തിയ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അവർ ചോദിച്ചു, അതത്തഖിദുനാ ഹുസുവാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അവർ പറഞ്ഞു, ഒരു മനുഷ്യനെ കൊന്ന കേസുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അതിന് പരിഹാരം തേടി വരുമ്പോ നിങ്ങൾ പറയുന്നു പശുവിനെ അറുക്കാൻ. കൊലപാതകത്തിന്റെ ഒരെണ്ണം കൂടി കൂട്ടിയിട്ട് കാര്യം എന്താണ് അവിടെ ലഭിക്കുക? ഞങ്ങളെ പരിഹസിക്കുക. ഞങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. ഞങ്ങളോട് ബുദ്ധിപരമായ കാര്യങ്ങളല്ലാതെ പരിഹസിക്കുന്ന കാര്യം പറയരുത്. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നു, പരിഹസിക്കുക എന്നത് വിവരമില്ലാത്തവരുടെ ഏർപ്പാടാണ്. ഞാൻ അള്ളാഹുവിൽ നിന്ന് ഇൽമ കിട്ടിയ ആളായതുകൊണ്ട് പരിഹാസത്തിന്റെ വരികൾ എന്റെ വായിൽ നിന്ന് വരികയില്ല. എന്റെ കൽപ്പന നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. അവസാനം ആ പശു ഏതായിരിക്കണം എന്ന വിഷയത്തിൽ ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഉത്തരങ്ങളുമെല്ലാം നടന്നു. അവസാനം പശുവിനെ അറുത്തു. ആ പശുവിനെ അറുത്തിട്ട് ആ അറുത്ത പശുവിന്റെ ശരീരത്തിന് ഒരു ഭാഗവും നേരത്തെ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ഖബറുമാന്തി മയ്യത്ത് പുറത്തെടുത്ത് ശരീരത്തിന്റെ ഒരു ഭാഗവും തമ്മിലതാ ബന്ധപ്പെടുത്തി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊല ചെയ്ത ആൾ ആരാണെന്ന് അതാ വിളിച്ചു പറയുന്നു. ആ കൊല ചെയ്യപ്പെട്ട ശരീരം തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഖതലനീ ഫുലാൻ. എന്നെ കൊലപ്പെടുത്തിയത് ഇന്നയാളാണ്. നോക്കുമ്പോൾ നേരത്തെ കൊലപാതകം തെളിയിക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്ന മനുഷ്യനാണ് കൊല നടത്തിയത്. കാരണം ഒരു മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് കയ്യിൽ ആക്കാൻ വേണ്ടി, അനന്തരാവകാശം തനിക്ക് പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി അതിന് തടസ്സം നിൽക്കുന്ന വ്യക്തിയെ കൊലപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. ഞാൻ പറയുന്നത്, മരിച്ച മനുഷ്യനെ മാന്തിയെടുത്ത് അതുമായി ചില അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ട് ഇവിടെ മനുഷ്യന് ഉപകാരപ്പെടുത്തുന്ന സംഭവം പോലും അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ വിജ്ഞാനത്തിന്റെ ഏതു മേഖലയാണ് ഖുർആൻ സ്പർശിക്കാത്തത്? സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടികളുമായുള്ള ബന്ധങ്ങൾ അത് പരിശുദ്ധ ഖുർആന്റെ വലിയൊരു ഭാഗമാണ്. ആ വലിയ ഭാഗത്തിൽ നിന്ന് ഞാൻ ചെറിയ ഉദാഹരണത്തിന് ഒന്ന് മാത്രം പറഞ്ഞതാണ്. ഇനി നോക്കൂ, ഇന്ന് ഡൽഹിയിൽ പോയാൽ, ആഗ്രയിൽ പോയാൽ അവിടെ തല ഉയർത്തി നിൽക്കുന്ന ആർക്കിയോളജിയുടെ ഭാഗമായുള്ള പുരാവസ്തുക്കൾ നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ്, മുസ്ലിമീങ്ങൾക്ക് അഭിമാനമാണ്. ഡൽഹിയിൽ പോയാൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം വല്ലാതെ സന്തോഷിക്കും, അവന് രോമാഞ്ചമുണ്ടാകും. അതാ താജ്മഹൽ മുസ്ലിം നാമധാരികളാണല്ലോ അതുണ്ടാക്കിയത്, മുസ്ലിമുകളാണല്ലോ ഉണ്ടാക്കിയത്. അവരെ പ്രവർത്തനത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിന് പറ്റാത്ത ചിലതൊക്കെ ഉണ്ടായോ ഇല്ലേ എന്നത് വേറൊരു വിഷയം. അതുപോലെ അതിന്റെ അപ്പുറത്ത് റെഡ് ഫോർട്ട് എന്ന് പറയുന്ന ചെങ്കോട്ട മുസ്ലിംകളുടെ കാലത്ത്, മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പുരാവസ്തു വകുപ്പിന്റെ ഭാഗമായി അത് സൂക്ഷിച്ചു വരുന്നു, കേടുവരാതെ സൂക്ഷിക്കുകയാണ്. എന്തിന്? ലോകത്ത് കടന്നു വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കാനും പഴയ കാലഘട്ടത്തിലുള്ള പ്രതാപശാലികളായ ആളുകളുടെ അടയാളങ്ങൾ കണ്ട് അവരുടെ നന്മകൾ പകർത്താനും അവർ ചെയ്ത തോന്നിയാസങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഈ പുരാവസ്തുക്കൾ ഉപകാരപ്പെടുന്നു. എങ്കിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ. വിജ്ഞാനത്തിന്റെ മേഖലയിലെ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണം എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഖുർആന്റെ സമ്മാനം, ഖുർആന്റെ ആധുനിക വിജ്ഞാനം
ആ ആധുനിക വിജ്ഞാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമായി സൂറത്ത് യൂനുസ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. സുഖസുന്ദരമായി ഒരു സംഭവം പറയുന്നു. അല്ലാ, എന്തൊരു അത്ഭുതമാണ്! എങ്ങനെയാണ് ഇതെല്ലാം ഖുർആനിന് കഴിയുന്നത്? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിക്കൂട്ടി പറയുന്നതാണോ? ജസീറത്തുൽ അറബിന്റെ 4 അതിർത്തികളിൽ നിന്ന് പുറമെയുള്ള ഇന്ത്യയിലേക്കോ മറ്റേതെങ്കിലും നാട്ടിലേക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. മാത്രവുമല്ല, സാങ്കേതികമായി അതിന് സൗകര്യവുമില്ല. പിന്നെ എങ്ങനെ നബിക്ക് ഇത് മുഴുവനും അറിയാൻ കഴിഞ്ഞു? വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹ്റ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്രായേൽ സന്തതികളെ അല്ലാഹു തആല ചെങ്കടലിലൂടെ അക്കരയിലേക്ക് കടത്തി. നേതൃത്വം നൽകുന്നത്, യാത്രക്ക് നേതൃത്വം നൽകുന്നത് മൂസാ നബി അലൈഹിസ്സലാം ആയിരുന്നു. മൂസാ നബിയോടൊപ്പം അനുയായികൾ അക്കരയിലേക്ക് കടന്നു. മൂസാ നബിയെയും അനുയായികളെയും പിടിക്കാൻ വേണ്ടി ഫറോവ തന്റെ പട്ടാളത്തെയും കൂട്ടിയിട്ട് പിന്നാലെ അവനും നടന്നു. മൂസാ നബിന്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് ബഹറിൽ കാണിച്ചപ്പോൾ വെള്ളം അങ്ങുമിങ്ങും നിന്നുകൊടുത്തു. ഒരു വിഷമവുമില്ലാതെ അപ്പുറത്ത് അതാ മൂസാ നബി അലൈഹിസ്സലാം എത്തുന്നു. മൂസാ നബിയെ പിടികൂടാൻ വേണ്ടി ഫറോവ, പിരമിഡ് ഉണ്ടാക്കിയ ഫറോവ, മമ്മികൾ എന്ന് പറയുന്ന പിരമിഡുകൾ ഉണ്ടാക്കി സപ്താത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡുകൾ സ്ഥാപിച്ച ഫറോവ അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അവനും അവന്റെ പട്ടാളവും ഒരു ചെറിയ വടിയും കയ്യിലെടുത്ത് ആ ബഹറിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ വേണ്ടി ഫറോവ അതാ വടിയുമെടുത്ത് ബഹറിലേക്ക് ഇറങ്ങുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, മൂസാ നബിയുടെ കയ്യിലുള്ള വടി മ്യൂസിയത്തിന്റെ വടിയാണ്. ഫറോവന്റെ കയ്യിലുള്ള വടിയോ അത് സാധാരണ വടിയാണ്. സാധാരണ വടിയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വടിയും തമ്മിൽ കളിച്ചാൽ പ്രവാചകന്മാരെ വടി ജയിക്കും, മറ്റേത് വടി പിടിക്കുക ചെയ്യുക. ആ വടി രക്ഷപ്പെടുന്നു വടിയല്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഈ ആയത്തിനെ പരിഭാഷപ്പെടുത്താൻ ശ്രമം നടത്തി. CN അഹ്മദ് മൗലവി ഖുർആന്റെ ഈ വചനം പരിഭാഷപ്പെടുത്തിയിട്ട് പരിഭാഷയിൽ പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ആ ചെങ്കടൽ കടന്നു രക്ഷപ്പെട്ടത് മൂസാ നബിക്ക് കുട്ടിക്കാലത്ത് ആ കടലിൽ നടന്നും നീന്തിയും നല്ല പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ആഴമുള്ള സ്ഥലം ഏതാണെന്നും ആഴമില്ലാത്ത സ്ഥലം ഏതാണെന്നും മൂസാ നബിക്ക് വേഗം മനസ്സിലാകും. ആ വടി കൊണ്ടിങ്ങനെ തൊട്ടുനോക്കിയപ്പോൾ ആഴമുള്ളതും ആഴമില്ലാത്തതും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഫറോവക്കാകട്ടെ അത് കഴിഞ്ഞില്ല. കാരണം അവൻ കൊട്ടാരത്തിലെ ബാത്റൂമിൽ നിന്നാണ് കുളിക്കാറുള്ളത്. അവന് പുഴയുടെ ആഴവും മറ്റും അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെ തള്ളിയതുകൊണ്ട് ഈ പരിഭാഷക്കാർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒരു കാര്യം അവർക്ക് കിട്ടും, ഈമാൻ ഇല്ലാതായി കിട്ടും. അതുകൊണ്ടായിരിക്കും ഇത്ര അധ്വാനിച്ചങ്ങനെ പരിഭാഷപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ഫറോവ വെള്ളത്തിന്റെ നടുവിലെത്തിയപ്പോൾ അതാ എന്താണ് സംഭവിക്കുന്നത്? വലിയ മുതലാളിയായി ജീവിച്ച, രാജാവായി ജീവിച്ച, പരമാധികാരിയായി ജീവിച്ച അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ഗർജിച്ച ആ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് വെള്ളത്തിൽ കുടുങ്ങുന്നു. അവന്റെ വായിലും കണ്ണിലും വെള്ളം കയറുന്നു. വെള്ളം ഇങ്ങ് കയറിയിട്ട് മൂക്കിലും കണ്ണുവിലും എത്തിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേലിയർ ഏതൊരു ദൈവത്തെ വിശ്വസിക്കുന്നുവോ, ഏതൊരു ഇലാഹിനെ അംഗീകരിക്കുന്നുവോ ആ ഇലാഹിനെ ഞാനും അംഗീകരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഇന്നു മുതൽക്ക് ഞാനും മുസ്ലിമാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ റബ്ബ് അതാ പറഞ്ഞേച്ച് പറയുന്നു, അതാ ആ ചെങ്കടലിന്റെ അടിയിൽ നിന്ന് നല്ല ചളിമണ്ണെടുത്ത് വാരിയിട്ട് ആ ഫറോവന്റെ വായിൽ നിറച്ചോ. കാരണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്
പറയാതിരിക്കാൻ വേണ്ടി ജിബ്രീൽ പോലും ശ്രമിക്കുകയാണ്. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹുവിന്റെ മലക്കാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ചളിമണ്ണ് എടുത്ത് അവന്റെ വായിൽ കുത്തി നിറക്കുന്നു. അവന്റെ മരണം ഞൊടിയിട നടക്കുന്നു. ആ ഡെഡ് ബോഡി അതാ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു. ലോകത്തിന്റെ വലിയ നേതാവായിരുന്ന മനുഷ്യൻ മത്സ്യം ചത്തു പൊങ്ങിയതുപോലെ പൊങ്ങുന്നു. ആ ഡെഡ് ബോഡി കരയിലേക്ക് മെല്ലെ എടുക്കുന്നു. നിങ്ങൾ ഓർക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഓ നബിയേ, നിങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളാണ്. വലിയ തമ്മാടികളും റൗഡികളും മുമ്പ് പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. റബ്ബിന്റെ നടപടികൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ആരാണോ വൃത്തികേട് ചെയ്യുന്നത് അവൻ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാതിരിക്കുകയില്ല. ദ്രോഹം ചെയ്യുന്നവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കുകയില്ല. പക്ഷേ ഫറോവയുടെ കേസ് വ്യത്യസ്തമാണ്. സാധാരണ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയെ കൊണ്ടുപോയി മറുവെയ്യലാണ്. ഇവന്റെ ശരീരം മണ്ണിൽ വെച്ചാൽ ആ മണ്ണ് തിന്നുന്നതല്ല അവന്റെ ശരീരത്തെ. മാത്രവുമല്ല, ലോകത്തിന്റെ അന്ത്യനാൾ വരെ അവന്റെ ശരീരത്തെ നാം സൂക്ഷിച്ചു വെക്കുമെന്ന് സൂറത്ത് യൂനുസിൽ പറയുന്നു. ഇന്നും അതാ ഈജിപ്തിലെ മ്യൂസിയത്തിൽ ചെന്നു നോക്കൂ. അവിടെ ഈജിപ്തിൽ അവിടെ ഫിർഔന്റെ ഡെഡ് ബോഡി മ്യൂസിയത്തിൽ കാണാം. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് കേരളത്തിലൊരു മലയാള പത്രം ഫറോവയുടെ ആ ചിത്രം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈജിപ്തിലെ മ്യൂസിയത്തിൽ ആ ഡെഡ് ബോഡി ഇന്നും മരുന്ന് പുരട്ടി കിടക്കുകയാണ്. ചരിത്ര വിദ്യാർത്ഥികൾ അത് കാണുകയാണ്. ആർക്കിയോളജി, പുരാവസ്തു, പഴയ വസ്തുക്കൾ ലോകത്ത് എത്രയോ കാലം സൂക്ഷിച്ചു വെക്കാനുള്ള പ്രചോദനം തീർന്നില്ല. സാധാരണ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള മുടി വെട്ടിയാൽ, മുടി കൊഴിഞ്ഞാൽ അത് മണ്ണിൽ മറവ് ചെയ്യുകയാണ് വേണ്ടത്. ഈ പ്രസംഗിക്കുന്ന എന്റെ ശരീരത്തിലുള്ള മുടി കൊഴിഞ്ഞാൽ, നിങ്ങളെ ശരീരത്തിലുള്ള മുടി കൊഴിഞ്ഞാൽ, മുടി വെട്ടിയാൽ, നഖം വെട്ടിയാൽ അത് മണ്ണിൽ മറവ് ചെയ്യുകയാണ് വേണ്ടത്. അത് അല്ലാതെ എങ്ങനെ അലസമായി ഇടാൻ പാടില്ല. മറവ് ചെയ്യലാണ് വേണ്ടത്. എന്നാൽ ഒരു മുടിയുണ്ട് മണ്ണിൽ മറവ് ചെയ്യാത്ത മുടി. ഒരു മുടിയുണ്ട്, അത് മണ്ണിൽ മറവ് ചെയ്യാതെ സൂക്ഷിക്കുകയാണ്. അതാരുടെ മുടിയാണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അത് മറ്റാരുടെയും മുടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. അത് ശറഫുള്ള മുടിയാണ്. ആ മുടി ഹജ്ജത്തുൽ വിദായിലതാ കളയുന്നു. ആ മുടി കളഞ്ഞു നിലത്തങ്ങി വീഴുമ്പോൾ ആ മുടി അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ മുടി എടുക്കുകയാണ്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. അത് സാധാരണ മുടിയല്ല. ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ടെന്ന് നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞുവെങ്കിൽ, പുരാവസ്തു വിഭാഗത്തിന്റെ ഭാഗമായി അത് സൂക്ഷിക്കുവാൻ വേണ്ടി ആ മുടി നീക്കി വെക്കുകയാണ്. അങ്ങനെ അതിൽ നിന്നുള്ള ഒരു മുടി മർക്കദു സഖാഫത്തി സുന്നിയയിൽ എത്തി എങ്കിൽ, കാശ്മീരിലെ ഹദ്റത്ത് ബാൽ പള്ളിയിൽ എത്തി എങ്കിൽ, വെല്ലൂർ ലത്തീഫിയയിൽ എത്തി എങ്കിൽ, അതുപോലെ ബാഖിയാത്തു സാലിഹാത്തിൽ ഉണ്ട് എങ്കിൽ, ലോകത്തിന്റെ പല ഭാഗത്തും ആ മുടി എത്തിയത് എങ്ങനെയാണ്? അത് മറ്റൊന്നുമല്ല, പഴയ വസ്തുക്കൾ പിൽക്കാലക്കാർക്ക് അറിയാൻ, പഠിക്കാൻ, ഉപയോഗപ്പെടുത്താൻ, ബറക്കത്ത് എടുക്കാൻ സൂക്ഷിച്ചു വെക്കുന്ന വിജ്ഞാന ശാഖ. ആ വിജ്ഞാന ശാഖ പോലും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓപ്പൺ ചെയ്ത വിശുദ്ധമായ സന്ദേശമാണ് ഇസ്ലാമിക തത്വശാസ്ത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ 1, 2, 3 ഉദാഹരണങ്ങൾ എണ്ണി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ആ ഗണത്തിൽ പലതും പറയാനുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള കലകളെ സൂക്ഷിക്കുകയും അവ ഉപയോഗപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ നിർദ്ദേശിച്ച വിജ്ഞാനത്തെ, സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന, അത് രണ്ടും അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഉത്തമ സമൂഹമായി നമ്മുടെ സമൂഹത്തെ നിലനിർത്തട്ടെ.